ദൈവത്തിന് സ്തോത്രം. ജീവമൊഴി സന്ദേശം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ. തുടർമാനമായിട്ടുള്ള ഈ ആത്മീയ സന്ദേശങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും പ്രതികരണം ഞങ്ങളെ അറിയിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ അടുത്തു വന്നിരിക്കുമ്പോൾ ഈ കാലത്തെ ഏറെയധികം ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ട് അതിന് അനുസൃതമായ ഒരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ലോകപ്രശസ്തമായ ചിന്താധാരണകളുടെ കോർത്തിണക്കിയുള്ള ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെയുള്ളത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഏറെ സുപരിചിതമായ ഒരു ഭാഗം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്രകാരം അത് വായിക്കുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. യേശുവിൻ്റെ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം അധ്യായം വരെയുള്ള ഈ ഭാഗത്തെ ഏറെ പ്രതീക്ഷയോടാണ് ലോകം കാണുന്നത്. ലോകത്തിലുള്ള അനേക ചിന്തകന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും സമൂഹത്തിൻ്റെ മുൻനിരയിലുള്ള ഒത്തിരി വ്യക്തികളെയും സ്വാധീനിച്ച ഒരു ഭാഗമാണ് ഈ ഗിരിപ്രഭാഷണമെന്നുള്ളത്. യേശു മലമേൽ കയറി തൻ്റെ ശിഷ്യന്മാരുമായി കൂടി വന്ന ജനങ്ങളോട് സംഭാഷിക്കുന്ന ഏറ്റവും കരുത്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ചിന്തകളെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ധാർമ്മിക ജീവിതത്തിൻ്റെ ഭരണഘടനയാണ് ഈ ഗിരിപ്രഭാഷണം എന്നുള്ളത്. അതിൻ്റെ ഊടും ഭാവവും അതിൻ്റെ സകലതും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതാണ്. പലപ്പോഴും മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏറ്റവും കഠിനമായതാണ് ഗിരിപ്രഭാഷണം. എന്നാൽ അതിൻ്റെ പിൻപിലും പഠിച്ചു നോക്കുമ്പോൾ അതിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമെന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തികവാർന്ന വലിപ്പമാണ് ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് കാണുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തുതകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് യേശു ഇവിടെ പറയുന്നത്. ഏവർക്കും പരിചിതമായ 2 വസ്തുക്കളെ യേശു അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതവിടെ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ടാമത് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഉപ്പ് എന്ന ഒരു വസ്തു അത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും മനസ്സിലാകുന്നതും അറിയുന്നതുമായൊരു കാര്യമാണ്. അപ്പോൾ അവർ അറിയുന്നതിനെ അവർക്കേറെ മനസ്സിലാകുന്ന മറ്റൊരാശയത്തിലേക്ക് യേശുവിടെ കൈമാറുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു പ്രധാന പ്രത്യേകതകൾ മാത്രമേ ഈ ചിന്തയിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഉപ്പിൻ്റെ ഒരു സ്വഭാവമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രിസർവേറ്റീവാണ്. അത് സംരക്ഷിക്കുന്ന ഒന്നാണ് ഉപ്പെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഉപ്പിൻ്റെ ഏറ്റവും വലിയ സ്വഭാവമായിട്ട് കാണുന്നത് അത് സംരക്ഷിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറഞ്ഞതിലൂടെ അവിടെയുള്ള ജനത്തോട് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ആശയം ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടവരാണ് ദൈവജനമെന്നുള്ളത്. അപ്പോൾ എന്നെയും നിങ്ങളെയും ലോകത്തിലെ ഏറ്റവും മഹത്വകരമായ പദവിയിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ ദൈവം നമ്മുടെ കരത്തിൽ നൽകിയിരിക്കുകയാണ്. ആദിമകാലം മുതൽ മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ പരാജയം സംരക്ഷണത്തിൽ അവൻ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ഏദനിൽ മനോഹരമായൊരു തോട്ടം ദൈവമുണ്ടാക്കി. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി എന്നാണ് കാണുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ദേശം അതിൻ്റേതായ പ്രത്യേകതകൾ കൊണ്ട് അറിയപ്പെടുന്ന ദേശങ്ങളുണ്ട്.
നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ വളരെ ആവേശത്തോടെ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തുള്ള വീഗാലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എറണാകുളത്ത് ഒരു വീഗാലാൻഡ് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ല മൊത്തം ആ പാർക്കില്ല, മറിച്ച് അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ആഹ്ലാദത്തിനും ആഘോഷത്തിനും വേണ്ടി നിർമ്മിതമായ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വീഗാലാൻഡ് എന്നുള്ളത്. അപ്പോൾ ഏദനിൽ ഒരു തോട്ടമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏദൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമായിരിക്കത്തില്ല, മറിച്ച് അവിടെ അവർക്ക് പാർക്കുവാൻ യോഗ്യമായ ഏറ്റവും മനോഹരമായ ഒരു തോട്ടമാണ് ദൈവം നിർമ്മിച്ചത്. മനുഷ്യനെ അതിനകത്താക്കിയിട്ട് ദൈവം അവരോട് പറഞ്ഞത് ഇതിനകത്ത് വേല ചെയ്യുവാനും തോട്ടം കാപ്പാനും നിന്നെ ആക്കി വച്ചിരിക്കുന്നു. അപ്പം രണ്ട് കാര്യത്തിന്, ഒന്ന് അതിനകത്ത് വേല ചെയ്യാം, രണ്ട് തോട്ടം കാക്കണം എന്ന് പറഞ്ഞാൽ ആ തോട്ടത്തെ പ്രിസർവ് ചെയ്യുവാൻ, അതിനെ കാക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് മനുഷ്യനെയാണ്. ഈ തോട്ടത്തിൽ അധ്വാനിക്കുക എന്നതിലൂടെ ഇപ്രകാരം മനസ്സിലാക്കാം, ദൈവം ആ ഒരു ഭാഗത്തായിട്ട് നിർമ്മിക്കപ്പെട്ട ആ തോട്ടം അതിനെ മറ്റുള്ളിടത്തേക്ക് ആ സ്വർഗതുല്യമായ അനുഭവം പരത്തുവാനാണ് ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. അവനെ അതിനകത്ത് അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ ഏദനിൽ വേണ്ടുന്ന സകല സുഖങ്ങളുമുണ്ട്, സകല സൗഭാഗ്യങ്ങളും ഏദനിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് ആവശ്യമുള്ളത്, ജീവിതത്തിന് ആവശ്യമുള്ളത്, ദൈവീക സംസർഗങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം, സകലതും ആ തോട്ടത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവം അവനെ അധ്വാനിക്കുക എന്നതിലൂടെ പറഞ്ഞത് ഇത് ഓരോ ദിവസവും വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും അതിൻ്റെ അതിരുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ഒന്നാമത്തെ ദൗത്യം അവിടെ അവൻ വേല ചെയ്യണം. രണ്ടാമത്തെ മനുഷ്യൻ്റെ ദൗത്യം എന്ന് പറയുന്നത് വേല ചെയ്യുക മാത്രമല്ല, അവൻ അതിനെ സൂക്ഷിക്കുന്നവനായി തീരണം എന്ന് പറഞ്ഞാൽ മറ്റു യാതൊന്നും അതിനകത്ത് കയറാതെ വണ്ണം സൂക്ഷിക്കാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. പക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് സൂക്ഷിപ്പിനകത്താണ്. അവിടെ കാണുന്നത് ആ തോട്ടത്തിനകത്തെ ജീവിയല്ലാത്ത പാമ്പ് ആ തോട്ടത്തിൽ വന്ന് വശീകരണ വാക്കുകൾ കൊണ്ട് പിശാചിൻ്റെ തന്ത്രത്താൽ കുടുങ്ങിപ്പോയി മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ പിൻപിലെ കാര്യം അവൻ്റെ സൂക്ഷിപ്പിനകത്ത് വന്ന പാളിച്ചയാണ്. അങ്ങനെയെങ്കിൽ അന്നു മുതൽ ഇന്നുവരെയും മനുഷ്യൻ ഏറ്റവും അധികം പരാജയപ്പെടുന്നത് സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിലാണ്. ഇവിടെയും യേശു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞതിലൂടെ വെളിവായ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് ഉപ്പ് പലതിനെയും ചെറുക്കും, ജീർണതയെ തടുക്കും, പലതിൻ്റെ മേലും പ്രൊട്ടക്ഷൻ നൽകുവാൻ ഈ ഉപ്പിന് കഴിയുവാനിടയാകും. നമുക്കറിയാം ഇന്ന് ഏറ്റവും മാലിന്യം നിറഞ്ഞ ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിക്കുന്ന പച്ചക്കറി മുതൽ മാംസം മുതൽ ഫ്രൂട്ട്സുകൾ സകലത്തിലും മായം കലർത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രദ്വാരെ ഞാൻ വായിച്ച ചില വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ മീനിലും പച്ചക്കറിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന മാരകമായ മാലിന്യങ്ങൾ ഒരു 45 വയസ്സാകുന്ന അടുത്ത തലമുറയിലെ എല്ലാവർക്കും ക്യാൻസറോ കിഡ്നി രോഗമോ കരളിൻ്റെ രോഗമോ ഈ 3 കാര്യങ്ങളും ഉറപ്പായിട്ടുണ്ടാകുമെന്ന് ഈ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ തുടർന്നാൽ ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞു. അത്രയ്ക്ക് ഭീകരമായ തലത്തിലാണ് ഈ മാലിന്യങ്ങൾ കൂടുന്നത്. പലപ്പോഴും അതിന് മറുമരുന്നായിട്ട് പറയുന്നത് ഈ ഫ്രൂട്ട്സുകളൊക്കെ അത് ആദ്യം തന്നെ ഉപ്പിനകത്ത് വളരെയധികം കഴുകിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ മാലിന്യം മാറുമെന്ന് നമുക്ക് പലപ്പോഴും അറിയാം. അങ്ങനെയെങ്കിൽ ആ കൂടിയിരിക്കുന്ന മാലിന്യത്തെ വരെ മാറ്റുവാൻ, പ്രിസർവ് ചെയ്യുവാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഈ ഉപ്പിന് കഴിയും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അത് സംരക്ഷിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പറ്റി ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം നാം ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടിയവരാണ്. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ അനുയായി ഇത് സംരക്ഷിക്കുന്ന തലത്തിലേക്ക് എത്തുന്നത്? നമ്മൾ ഈ ലോകത്തിലുള്ളത് തന്നെ ഈ ലോകത്തിൻ്റെ സംരക്ഷണമാണ്.
3 വിധത്തിലാണ് ഈ ലോകത്തെ അവർ സംരക്ഷിക്കുന്നത്. ഒന്ന്, ഈ ഉപ്പിൻ്റെ സംരക്ഷണ തലത്തെപ്പറ്റി നോക്കിയാൽ അത് ജീർണതയിൽ നിന്ന് സംരക്ഷിക്കുവാനിടയാകും. നമുക്കറിയാം, ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ അത് അവനായിരിക്കുന്നത് അല്ലെങ്കിൽ അവളായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിലുള്ളപ്പം വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഏറ്റവും കൂടുതൽ യേശു പ്രസംഗിച്ച ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യമെന്നുള്ളതാണ്. ഈ ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന സ്ഥലമെന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസഭകളെപ്പറ്റി പറയുന്നത് ദൈവസഭകൾ ഓരോ പ്രാദേശിക ദേശത്തെയും ദൈവരാജ്യത്തിൻ്റെ ചെറു പതിപ്പുകളാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഭരിക്കുന്ന ഒരു കൂട്ടം ഉള്ള സ്ഥലമാണ് ദൈവസഭകൾ. അങ്ങനെയെങ്കിൽ ദൈവം ഒരു സഭയെ ഭരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അതിനകത്ത് കൈമാറപ്പെടും, ദൈവത്തിൻ്റെ ഇഷ്ടം അതിനകത്ത് കൈമാറപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി അവരുടെ ഉള്ളിൽ വരുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഒരു സഭയിൽ ഉള്ളവരുടെ അകത്ത്, ഒരു കുടുംബത്തിനകത്തുള്ളവരുടെ അകത്ത് ദൈവത്തിൻ്റെ പദ്ധതി ഇംപ്ലിമെൻ്റ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ലോകത്തെ പ്രിസർവ് ചെയ്യുന്നവരായി മാറുവാനിടയാകും. കാരണം ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നത് ലോകത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിനെ എങ്ങനെ അത് എത്താൻ കഴിയുമെന്നുള്ളത് അത് തെളിവ് നൽകുന്നത് തെസലോനിക്ക ലേഖനം അല്ലെങ്കിൽ 2 തെസലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അധർമ്മമൂർത്തിയുടെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്, എന്നാൽ ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. വീണ്ടും താഴോട്ട് പറയുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 വിധ കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറയുന്നത്. ഒന്നാമതായി, അധർമ്മത്തിൻ്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്, അപ്പോൾ അതിനെ തടുക്കുന്നതുമുണ്ട്, തടുക്കുന്നവനുമുണ്ട്. 2 കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തടുക്കുന്നവൻ, എന്താണ് ഈ തടുക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഒരു ദൈവരാജ്യത്തിനകത്ത് ചെറു പതിപ്പുകളായ ദൈവസഭകൾ, ദൈവജനങ്ങൾ, അവരുടെ ഇടയിൽ ആയിരിക്കുന്ന ഒരു അതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, എന്നെപ്പോലെ ഒരുവനെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ ഒരു പരിശുദ്ധയാത്മാവിനെ പറ്റി അവിടെ പറയുന്നത്. തടുക്കുന്നവൻ, വ്യക്തിത്വമുള്ള ഒന്ന് ഈ ഭൂമിയിൽ ഇന്നുണ്ട്. ആ വ്യക്തിത്വമുള്ളതാണ് അധർമ്മമൂർത്തിയുടെ വ്യാപാരത്തെ തടുക്കുന്നത്. അത് വേറെയൊന്നുമല്ല, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് അധർമ്മത്തിൻ്റെ വ്യാപാരത്തെ തടുക്കാൻ പ്രേരിതമായി തീരും. 2, തടുക്കുന്നത്, അത് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിത്വമല്ല, അതിനപ്പുറത്ത് തടുക്കുന്നത് ദൈവസഭ ഈ ഭൂമിയിൽ നിന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യമാണ് അധർമ്മത്തിൻ്റെ വ്യാപാരത്തെ തടുക്കുന്നത്. 1 പരിശുദ്ധയാത്മാവ്, 2 ദൈവസഭ. ദൈവസഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഇരുട്ടിൻ്റെ ശക്തികൾക്ക്, അധർമ്മമൂർത്തിയുടെ വ്യാപാരങ്ങൾക്ക്, എതിർ ക്രിസ്തുവിന് ഒന്നും ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയാതെ അതിനെ തടുക്കുന്ന ദൈവസഭയും പരിശുദ്ധയാത്മാവും ഉള്ളിടത്തോളം കാലം ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ ലോകം പ്രിസർവ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നാം ലോകത്തെ പ്രിസർവ് ചെയ്യേണ്ടവരാ, നാം ലോകത്തെ കാക്കേണ്ടവരാ. എന്നാൽ പലപ്പോഴും ദൗത്യത്തിനകത്ത് ദൈവസഭയും വ്യക്തികളായിട്ടും പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പം ലോകത്തെ സംരക്ഷിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. 2ാമത്തെ വസ്തുത, ഒന്നാമത് പറയുന്നു നിങ്ങൾ ഉപ്പാണ്, 2ാമതോടെ പറയുന്നത് നിങ്ങൾ വെളിച്ചമാണ്. നമുക്കറിയാം, ആദ്യത്തേത് ജീർണതയെ തടുക്കുന്നെങ്കിൽ 2ാമത്തേത് എന്താ ചെയ്യുന്നത്? ഇരുട്ടിനെ മാറ്റുവാനിടയാകും. ഇരുട്ട്, അന്ധകാരം ആരും ഇഷ്ടപ്പെടുന്നില്ല. എവിടെയും അന്ധകാരം വന്നാൽ എല്ലാ മനുഷ്യനും പരതുന്നത് വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള 2ാമത്തെ കാര്യം, അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇരുട്ടെന്ന, ഇന്നു മാത്രമല്ല എന്നും ലോകത്തിനകത്ത് ഇരുട്ട. അതുകൊണ്ടല്ലേ വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ മുനീവരന്മാർ പോലും പറഞ്ഞത് തമസോമ ജ്യോതിർഗമയ,
ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനകത്ത് ഭൂമി ആയിരിക്കുന്നു, പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. ലോകത്തിന് പ്രകാശം വേണ്ടി ഓടി നടക്കുകയാ. എന്നാൽ യേശു പറയുന്നു, എന്നിലുള്ള പ്രകാശം ഞാൻ നിങ്ങളിൽ നൽകുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനെ പ്രകാശപൂരിതമാക്കി അത് ലോകത്തിനൊരു വെളിച്ചമായി തീരുന്നത് പോലെ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളിലൂടെ ഈ ലോകം പ്രകാശപൂരിതമായി തീരുവാനിടയാകും. അപ്പോൾ രണ്ടാമത്തെ വസ്തുത, ഈ ലോകത്തിനെ വെളിച്ചം നൽകുന്നവരാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് യോഹന്നാൻ പറയുന്ന കാര്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഈ വെളിച്ചമുള്ളിടത്തൊക്കെ ജീവനുമുണ്ട്. വെളിച്ചത്തിന് ജീവനുമായി ഒരഭേദ്യമായ ബന്ധമുണ്ട്. അത് ഉൽപ്പത്തിയിൽ തുടങ്ങിയൊരു ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭൂമി പാഴും ശൂന്യമായി തീർന്നു, ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്ന സമയത്ത് അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ വ്യാപരിച്ചു. അടുത്ത ഭാഗം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഇരുൾ മൂടിയ സമയത്താണ് ദൈവത്തിൻ്റെ വാക്ക് വന്നത്, വെളിച്ചം ഉണ്ടാകട്ടെ. അവിടെ സംഭവിച്ചത്, വെളിച്ചമുണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സൃഷ്ടിയും അവിടെ സംഭവിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് സൃഷ്ടിയുടെ മുഴുവൻ ആധാരമെന്നുള്ളത്. സകല ജീവന്റെയും ആധാരം വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തിൻ്റെ വെളിച്ചമെങ്കിൽ മരണതുല്യമായി കിടക്കുന്ന ഈ ലോകത്തിൽ മാറ്റം വിതയ്ക്കാൻ ജീവന്റെ വെളിച്ചങ്ങളായ ഓരോ ദൈവമക്കൾക്കും കഴിയും. ഈ ലോകം വളരെ ഇരുട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഉപ്പും നമ്മൾ വെളിച്ചവും ആയില്ലെങ്കിൽ ഈ ലോകത്തിന് എന്തു സംഭവിക്കും? അത് റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു വെളിച്ചവും ഉപ്പുമായി തീരേണ്ട, സംരക്ഷിക്കുകയും പ്രകാശിക്കുകയും ചെയ്യേണ്ട ദൈവ പൈതൽ അത് ആകാതിരുന്നാൽ ലോകത്തിന് എന്തു പറ്റും? റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാകാനിടയാകും. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് വ്യക്തമായിട്ട് അത് കിടപ്പുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഏകദേശം 10-20 പ്രശ്നങ്ങൾ ഈ ലോകത്ത് സംഭവിക്കും. അവിടെ ഒന്നൊന്നായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, 1, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന കൂട്ടം; 2, ദൈവത്തോട് മറുതലിക്കുന്നവർ; 3, നന്ദിയില്ലാത്തവർ; 4, വിവേകമില്ലാത്തവർ; 5, ഹൃദയം ഇരുണ്ടുപോയവർ; 6, മൂഢന്മാർ; അടുത്തത് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ തള്ളിക്കളയുന്നവർ; സൃഷ്ടിയെ ആരാധിക്കുന്നവർ; അസ്വാഭാവിക ഭോഗികൾ; സ്വവർഗാനുരാഗികൾ; അപലക്ഷണം ചെയ്യുന്നവർ; നികൃഷ്ടബുദ്ധികൾ; ദുഷ്ടന്മാർ; അത്യാഗ്രഹികൾ; ദുർബുദ്ധി നിറഞ്ഞവർ; അസൂയക്കാർ; കൊലപാതകികൾ; കപടന്മാർ; പിണക്കമുള്ളവർ; ദുർശീലമുള്ളവർ; കുരുളക്കാർ; ഏഷണിക്കാർ; ദൈവദ്വേഷികൾ; നിഷ്ഠൂരന്മാർ; ഗർവികൾ; ആത്മപ്രശംസക്കാർ; പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ; മാതാപിതാക്കളെ അനുസരിക്കാത്തവർ; ബുദ്ധിഹീനന്മാർ; നിയമലംഘികൾ; വാത്സല്യമില്ലാത്തവർ; ഖനിവറ്റവർ. ശ്രദ്ധിക്കണമേ, ആ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പറയുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വെളിച്ചം കൊടുക്കേണ്ട, ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട ഞാനും നിങ്ങളും മിണ്ടാതെ ഇരുന്നാൽ, ഞാനും നിങ്ങളും ഒതുങ്ങിപ്പാർത്താൽ ഈ ലോകത്തിൻ്റെ അവസ്ഥകൾ ഇതുപോലെയാകും. ഈ പറഞ്ഞതിന് ഏതെങ്കിലും മാറ്റമുണ്ടോ? ഇന്നത്തെ ലോകത്തെ ഒന്ന് കണ്ണൊടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വസ്നേഹികളായി മാറുകയല്ലേ? നൊന്തുപെറ്റ കുഞ്ഞിനെ ഓടക്കുഴിയിൽ തള്ളുന്ന മാതാവിനെ നമ്മൾ കാണുകയല്ലേ? ഒരു കാലത്ത് പെറ്റമ്മയെപ്പോലെ 10 അമ്മമാരില്ലെന്ന് പറഞ്ഞ സമയമുണ്ട്. പെറ്റമ്മയുടെ വാത്സല്യത്തിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. എന്നാൽ നൊന്തുപെറ്റ അടുത്ത മണിക്കൂറിൽ അതിനെ വലിച്ചെറിയുന്ന തലത്തിലേക്ക് മാറുകയല്ലേ? സ്നേഹമൊക്കെ പലപ്പോഴും കാപട്യങ്ങളായി തീരുകയല്ലേ? മനുഷ്യൻ അഭിനയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം നയിക്കുകയല്ലേ? മാതാവിനെയും പിതാവിനെയും
പോലും വെട്ടിനുറുക്കുവാൻ മടിയില്ലാത്ത തലത്തിലേക്ക് ഇന്നത്തെ തലമുറകൾ മാറുകയല്ലേ? കലാലയങ്ങൾക്കകത്ത് പരസ്പരം സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ നടന്നിരുന്നൊരു കാലമുണ്ട്. ഇന്നെന്താണ് കലാലയങ്ങൾക്കകത്ത് നടക്കുന്നത്? മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ പലപ്പോഴും കലാലയങ്ങൾക്കകത്ത് കൊലയാളികളെപ്പോലെ അവർ വിരാടുന്ന സമയത്ത് എന്തു പ്രതീക്ഷയാണ് ഈ ലോകത്തിനുള്ളത്? അതിൻ്റെ നടുവിൽ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഉത്തരവാദിത്വം ഈ ലോകത്തെ പ്രിസർവ് ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന് കാവൽ നിൽക്കാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നാം മിണ്ടാതിരുന്നാൽ ഈ ലോകം അപകടത്തിലേക്ക് നിവേദിക്കുവാൻ പോകും. എവിടെയും ഇന്ന് ഭയം നിറഞ്ഞു നിൽക്കുകയാണ്. ധനമുണ്ട്, പ്രതാപമുണ്ട്, ഭയം ഒഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, കുലമഹിമയിൽ ഉള്ള മനുഷ്യന് കുലനാശ ഭയമാ, സുന്ദരന്മാർക്ക് ജരനരാ ഭയമാ, കരുത്തന്മാർക്ക് കാലനെ ഭയമാ. അങ്ങനെ പലവിധ ഭയങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷയില്ലാത്ത ജനത്തിൻ്റെ ദീനാരോധനം സമൂഹത്തിൻ്റെ നാനാ തുറകളിലും കേൾക്കുകയാണ്. നോക്കിക്കേ, എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയാണ്. പണ്ട് കാലത്ത് കുടുംബത്തിനകത്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണവും വേണമെങ്കിൽ അന്തി ഉറങ്ങുവാൻ സൗകര്യവും നൽകുന്ന പാരമ്പര്യമൊക്കെ ഉള്ള ദേശത്താണ്. എങ്കിലും ഇന്ന് ആ സ്വാതന്ത്ര്യങ്ങൾ എവിടെയെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇന്ന് ആർക്കെങ്കിലും അത് അല്ലെങ്കിൽ കൈമാറാൻ കഴിയുന്നുണ്ടോ? കാരണം അത്ര അരക്ഷിതാവസ്ഥകൾ സംഭവിക്കുകയാണ്. കോടികളുടെ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പേടിയാണ്. കാരണം ഏതു നേരത്ത് ആരാണ് വന്ന് ജീവൻ അപഹരിക്കുന്നതെന്നുള്ള ഭയത്തിനകത്ത് മനുഷ്യന് കിടക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ, ഈ അരക്ഷിതാവസ്ഥകളുടെയൊക്കെ നടുവിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ലോകത്തെ സംരക്ഷിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. എന്നാൽ വേദനാജനകമായ ഒരു കാര്യം കൂടെ. പലപ്പോഴും ആ വാക്യത്തിൽ കാണുന്നത് പോലെ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ നിലത്തിട്ട് ചവിട്ടുവാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളാവുന്നതല്ല. ദൈവം സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ അതിൻ്റെ തനുതായ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഉപ്പിനെ ഉപ്പാക്കി തീർക്കുന്നത് അതിനകത്തുള്ള കാരമാണ്. അത് നഷ്ടപ്പെട്ടാൽ ആ ഉപ്പിൻ്റെ സ്വഭാവം അതിന് പിന്നെ ഇല്ല. വളമാക്കാൻ പോലും അതിനെ പിന്നെ കൊള്ളത്തില്ല. സാധാരണ മണ്ണ് കിടക്കുന്നത് പോലെ നിലത്തെ ശൂന്യമാക്കുവാൻ മാത്രമല്ലാതെ വേറെ ഒന്നും ആ ഉപ്പിനെ കൊണ്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു വളമായിട്ടിടാൻ പോലും കഴിയാത്ത നിലയിൽ ഉപ്പ് മാറും. എങ്ങനെയാ അതിൻ്റെ കാരം നഷ്ടപ്പെടുന്നത്? മാലിന്യവുമായി ഇടകലരുമ്പോൾ മാത്രമേ ഉപ്പിന് കാരം നഷ്ടപ്പെടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അശുദ്ധമായതിൽ, മാലിന്യമായതിൽ ഏറെ ഇടകലരുമ്പോൾ ഉപ്പിൻ്റെ സ്വഭാവം നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ ദൈവം സംരക്ഷിക്കുവാൻ നൽകിയ ക്രിസ്ത്യാനിയുടെ കാരം നഷ്ടപ്പെടുന്നത് അവൻ മാലിന്യവുമായി, ലോകവുമായി ഇടപെടുമ്പോൾ തൻ്റെ തനുതായ സ്വഭാവം നഷ്ടപ്പെടുവാനിടയാകും. അപ്പോൾ അവൻ സംരക്ഷിക്കുന്നവനാകുകയില്ല, മറിച്ച് ഈ ലോകത്തോടൊപ്പം ലോകത്തെ നശിപ്പിക്കുന്നവനായി തീരും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കാരം നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. സ്വഭാവം നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നാം എല്ലാം ക്രിസ്തുവിൻ്റെ കരിസ്മയെപ്പറ്റി പറയും, എന്നാൽ ക്രിസ്തുവിൻ്റെ ക്യാരക്ടറെ പറ്റി പലപ്പോഴും നമ്മൾ പറയാറില്ല. ക്രിസ്തുവിലൂടെ വ്യാപരിച്ച ശക്തികളുടെ വലിപ്പമുണ്ട്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുടെ വലിപ്പമുണ്ട്. യേശു അല്ലെങ്കിൽ ഉയർപ്പിച്ചത്, യേശുവിലൂടെ നടന്ന സൗഖ്യങ്ങൾ, യേശുവിൻ്റെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, കുരുടന് കാഴ്ച കൊടുത്തത്, ഇതൊക്കെ ഞാനും നിങ്ങളും എപ്പോഴും പറയും. എന്നാൽ അതിനോടൊപ്പം തന്നെ അടിച്ചവരോട് തിരിച്ചൊരു ദൂഷണം പറയാതെ അവരോടും ക്ഷമിക്കുവാൻ കൽപ്പിച്ച യേശുവിൻ്റെ ഭാവത്തെ നമ്മൾ മറന്നു പോവുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജഡവതാരമെടുത്ത തൻ്റെ ഭാവത്തെ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യവേഷമെടുത്ത് അവൻ പാർത്ത ഭാവം നമ്മൾ മറന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ലോകത്തിൻ്റെ ഉപ്പായിട്ട് വിളിച്ചവരാ, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ദൈവം തിരഞ്ഞെടുത്തവരാ. നമ്മൾ മങ്ങിപ്പോയാൽ ഈ ലോകം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ ലോകത്തിൻ്റെ ഭാവം ദൈവം കരത്തിൽ തന്നിരിക്കുന്ന നാം നമ്മുടെ ദൗത്യത്തിൽ അവിശ്വസ്തരായി തീർന്നാൽ ഈ ലോകത്തെ പറ്റിയുള്ള കണക്ക് ദൈവം ചോദിക്കുന്നത് എന്നോടും നിങ്ങളോടുമായിരിക്കും. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ഉപ്പിൻ്റെ സ്വഭാവമുള്ളവരായി
ലോകത്തെ പ്രിസർവ് ചെയ്യുവാൻ, ലോകക്കാർക്ക് പ്രയോജനപ്രദമായതുള്ളത് ചെയ്യുവാൻ ഏവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നിങ്ങൾ ഏരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ആ ക്രിസ്തുവിൻ്റെ ആ സംരക്ഷിക്കുന്ന സ്വഭാവം ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ ഇന്നും അരക്ഷിതാവസ്ഥയിലോ പ്രതികൂലങ്ങളുടെ നടുവിലോ പ്രശ്നത്തിലോ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ശക്തിക്ക് താങ്കളെ വിടുവിക്കുവാൻ കഴിയും. യേശുവിന് താങ്കളെ മാറ്റുവാൻ കഴിയും. താങ്കളുടെ ജീവിതത്തിലും ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം പകരുവാൻ കഴിയും. ഇതുവരെ ജീവിതത്തിൽ ലഭിക്കാത്ത സ്വസ്ഥത താങ്കൾക്ക് തരുവാൻ ഈ യേശു ക്രിസ്തുവിന് കഴിയും. ഒരു നിമിഷം ഞങ്ങളോടൊപ്പം കണ്ണുകളെ അടയ്ക്കാമോ, പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിൻ്റെ ഉപ്പായി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ സ്വഭാവം ഈ ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവമേ, ആ അനുഭവത്തിലെത്തുവാൻ കഴിയാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നെങ്കിൽ ദൈവീക പ്രവർത്തികൾ അവരുടെ ജീവിതത്തിലും അയക്കണമേ. ആവശ്യമായ ദൈവകൃപകൾ അവരുടെ മേൽ പ്രദാനം ചെയ്യണമേ. ദൈവീക സൗഖ്യവും ദൈവീക ആനന്ദവും നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം ഞങ്ങളെ വളരെ സശ്രദ്ധം ശ്രവിച്ച എല്ലാ ശ്രോതാക്കളോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.